അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയാണ് ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു പെൻസില്, കത്രിക, പിന്നെ സെല്ലോ ടേപ്പ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സ്കെച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ ഒരു A4 ഷീറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ നടു ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയെടുക്കുക. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡ്രോയിങ് വരയ്ക്കാം. പ്രത്യേക ഒരു കാര്യം പറയാൻ പോകുന്നത്, നമ്മൾ പെൻസിൽ വെച്ച് എന്തെങ്കിലും വരയ്ക്കുമ്പോൾ ഇറേസർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇറേസറും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയല്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇത് വരച്ചിട്ട് ഞാൻ മാറ്റിട്ടില്ല. അങ്ങനെ ഞാനിങ്ങനെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഇതിൽ കളർ അടിക്കണം. പക്ഷെ കളർ അടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ യെല്ലോ സ്കെച്ച് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഡ്രൈ ആവും. പക്ഷേ ഇപ്പോൾ ഞാനത് കളർ അടിക്കാൻ പോകും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ഉപയോഗിക്കാം. അക്രിലിക് പെയിൻറ്റ്, ക്യാമൽ പെയിൻറ്റ്, സ്കെച്ച്, മാർക്കർ, എന്ത് വേണമെങ്കിൽ അടിക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതി കൊടുക്കുന്നത്. ഞങ്ങൾ ബ്ലൈൻഡ് ബാഗെന്നും സ്മൈൽ ഫേസ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ പെയിൻറ്റ് അടിപ്പിക്കേണ്ട ഒരു കാര്യം നോക്കുക. പെയിൻറ്റ് അടിക്കുമ്പോൾ സ്കെച്ച് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ സ്കെച്ച് ഇവിടെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക. സ്കെച്ച് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് സ്കെച്ച് വെച്ച് ചെയ്ത്, അപ്പോൾ യെല്ലോ സ്കെച്ച് വെച്ചും ചെയ്യാം. പക്ഷേ യെല്ലോ സ്കെച്ച് അത്ര നേരം ഇങ്ങനെ വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ അക്രിലിക് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ക്രയോൺസ് ആയാലും എടുക്കാം. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് സ്ക്വിഷ് ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് നമുക്ക് ഈ സാധനം അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സ്ക്വിഷ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മളിതൊന്ന് അളവെടുത്തിട്ടാണ് ഈ സ്കെയിൽ വെച്ച് നമുക്കൊന്ന് അളവെടുക്കാം. നമ്മളിത് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു നടുവൊന്ന് മടക്കി കൊടുക്കാം. നമ്മൾ നടു ഉണക്കിയിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതായാലും മതി. എനിക്കിപ്പോൾ ലൈക്ക് ആ സ്മൈൽ ചെയ്തപോലെ ചെയ്യണം എന്നൊരു നിർബന്ധം ഇല്ല. നമ്മളിതാ ഇങ്ങനെ ഒരു ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ടേപ്പ് അടിച്ച് നമുക്ക് ടേപ്പ് വെച്ച് സീൽ ചെയ്ത് കൊടുക്കുക. സീൽ ചെയ്യണമെന്ന് ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളിവിടെ സെല്ലോ ടേപ്പ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേലിങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് നമുക്ക് ബാക്കോട്ട് പോവാം. ബാക്കിൽ ഇത് ഇങ്ങനെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സീൽ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത് ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ ഒരു ഭാഗമുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ടോപ്പ് ഭാഗവും മോൾ ഭാഗവും ഒക്കെ സീലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് നിറച്ച് അത് സ്ക്വിഷ് ആവണ്ടേ. അപ്പോൾ അതിനായിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ രണ്ട് സൈഡിലടിച്ചുള്ള. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പ്ലാസ്റ്റിക് കവറോ പഞ്ഞോ എന്തെങ്കിലുമൊക്കെ കുത്തി തിരികെ വെക്കാം. അപ്പോൾ ഗൈസ് അതിൻ്റെ ഉള്ളിൽ ഞാൻ പഞ്ഞി കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ആയിരുന്നു നിങ്ങൾക്ക് കാണാം. നമ്മൾ എടുത്ത് വെച്ച ബ്ലൈൻഡ് ബാഗിൽ അതും നമുക്ക് ഈ സ്ക്വിഷി സീൽ ചെയ്തതുപോലെ നമുക്ക് സീൽ ചെയ്യാം. ഈ ബ്ലൈൻഡ് ബാഗിൽ ഈ സ്ക്വിഷി ഫിൽ ചെയ്യാം. അതിന് മുന്നേ ബാക്കിൽ കോമൺ റയറൊക്കെ എഴുതാം. അപ്പം നമ്മൾ ഇത് എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഫില്ല് ചെയ്യാം. യോഗറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. യൂഗോട്ട് പിന്നെ തോട്ട എഴുതി കൊടുത്തു. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. സെല്ലോ ടേപ്പ് വെച്ച് സെറ്റ് എല്ലാം അടഞ്ഞു. ഇവിടെയാണ് വെട്ടേണ്ടതെന്ന് പറഞ്ഞിട്ട് മാർക്ക്. അപ്പോൾ ഗൈസ് ഞാനിവിടെ സീൽ ചെയ്തിട്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം സെല്ലോ ടേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.